തൃണമൂൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സുഖേന്ദു ശേഖർ റായ് പാർട്ടി വിട്ടു. ആർ രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ രാഗേഷ്, ഒരു വലിയ തിരിച്ചടി നിയമസഭയിൽ നേരിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എംപിമാരിലേക്കും അത് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി എംപിമാർ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിടുന്നത്. അതെ രുചീഷ്, കാരണം തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കാരണം നിയമസഭാ കക്ഷി ഇതിനോടകം തന്നെ മമതാ ബാനർജിക്ക് നഷ്ടപ്പെട്ടു. ഋതപ്രതാപ് ബാനർജി നയിക്കുന്ന ഋതപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായൊക്കെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഏതായാലും ആ കലാപം ഇപ്പോൾ പാർലമെന്റിലേക്കും വ്യാപിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മുതിർന്ന നേതാവാണ് സുഖേന്ദു ശേഖർ റായ്. അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. രാജ്യസഭാ അംഗമായിരുന്നു നിലവിൽ അദ്ദേഹം രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. ഒപ്പം തന്നെ പാർട്ടി വിടുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എംപിയിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം കോയൽ മല്ലിക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. അവരും ഇപ്പോൾ രാജിവെക്കും, ഉടൻ തന്നെ രാജിവെക്കുമെന്നാണ് വിവരം. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ BJP ആശയവിനിമയം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പല നേതാക്കളും അക്കാര്യം പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മമതാ ബാനർജി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെയൊക്കെ തന്നെ ഇന്ത്യ സഖ്യ യോഗത്തിനൊക്കെ തന്നെ അതിന് നേതൃത്വം വേണമെന്നൊക്കെ ആവശ്യം മമത ഉന്നയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മമതാ ബാനർജി തന്നെ ഡൽഹിയിലെത്തി ഈ യോഗത്തിലൊക്കെ പങ്കെടുക്കുകയും BJP വിരുദ്ധ കൂട്ടായ്മ ശക്തിപ്പെടുത്തണമെന്ന ആഹ്വാനമൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ എംപിമാരുടെ രാജി ഉണ്ടാകുമെന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം മമത വിളിച്ച യോഗത്തിലൊക്കെ തന്നെ വിരലിൽ എണ്ണാവുന്ന എംപിമാർ മാത്രമാണ് പങ്കെടുത്തത്. അതും തന്നെ മമതയുടെ വിശ്വസ്തർ എന്ന് പറയാവുന്ന ഡെറിക് ഒബ്രയനെ പോലുള്ള ചുരുക്കം ചില എംപിമാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. 28 എംപിമാർ ലോക്സഭയിലുണ്ട്. അതിൽ തന്നെ 19 എംപിമാർ മറുകണ്ഠം ചാടിയാൽ അല്ലെങ്കിൽ നിയമസഭയിൽ സമാനമായ സാഹചര്യം ഉണ്ടായാൽ പാർലമെന്റിലും ലോക്സഭയിലും പാർട്ടി നഷ്ടപ്പെടുന്ന സാഹചര്യം മമതാ ബാനർജിക്ക് ഉണ്ടാകും. അത് തടയാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. മമത തന്നെ എംപിമാരുമായി നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ചില വിശ്വസ്തരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോക്സഭയിലും കാര്യങ്ങൾ തൃണമൂലിനെ സംബന്ധിച്ച് പന്തിയല്ല. കാരണം അഭിഷേക് ബാനർജിയെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ സ്ഥാനത്ത് മാറ്റണം എന്നാവശ്യപ്പെട്ട് എംപിമാർ കത്ത് സ്പീക്കർക്ക് നൽകാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. കാരണം അഭിഷേകിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അത് തടയാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭയിൽ സമാനമായ സാഹചര്യം ലോക്സഭയിലും ഉണ്ടാകാൻ പോകുകയാണ്. ഏതായാലും ഇപ്പോൾ എംപിമാരുടെ അല്ലെങ്കിൽ നിയമസഭയിൽ MLA മാർ എന്താണോ ചെയ്തത് അതിന് സമാനമായ സാഹചര്യം ഇപ്പോൾ ലോക്സഭയിലേക്കും ഒപ്പം തന്നെ പാർലമെന്റിലേക്കും പടരുകയാണ്. രുചീഷ്. ശരി രാകേഷ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് രാജ്യസഭാ അംഗം കൂടിയായ സുഖേന്ദു ശേഖർ റായ് തൃണമൂൽ കോൺഗ്രസ് വിടുകയാണ്.